ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 11ാമത്തെ ചാപ്റ്ററാണ് വ്യക്തിയും സമൂഹവും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ചെറിയൊരു ചാപ്റ്ററാണേ. നോക്കിക്കേ, ഇവിടെ എന്താ കൊടുത്തേക്കുന്നേ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. മിയയുടെ ഡയറി കുറിപ്പാണേ. 6ാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്. അവൾ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? പതിവ് പോലെ ഇന്നും അമ്മ എന്നെ വിളിച്ചുണർത്തി. പല്ല് തേച്ച് മുഖം കഴുകി ഞാനും ചേട്ടനും പഠിക്കാനിരുന്നു. അപ്പോഴേക്കും പാൽക്കാരനെത്തി. അമ്മ ഞങ്ങൾക്ക് ചായ തന്നു. പത്രക്കാരൻ വന്നു. അച്ഛൻ്റെ അരികെ ഇരുന്ന് ഞാൻ പത്രം വായിച്ചു. ഞാൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും അമ്മൂമ്മ ഭക്ഷണം എടുത്തു വെച്ചു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും രമയും ഐഷയും എത്തി. എൻ്റെ കൂട്ടുകാരാണവർ. ഞാൻ ബാഗ് എടുത്ത് പുറത്തേക്ക് ഓടി. സ്കൂളിലേക്ക് നടക്കുമ്പോൾ പാഞ്ഞു വന്ന വാഹനത്തിന് വഴിമാറി റോഡരികിലേക്ക് നിന്നതായിരുന്നു. കല്ലിൽ തട്ടി ഞാൻ വീണു. ഐഷ നിലവിളിച്ചു. ആരൊക്കെയോ ഓടി വന്നു. അവരെന്നെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി. മരുന്ന് വെച്ച് പ്ലാസ്റ്റർ ഒട്ടിച്ചു. അല്പസമയം വിശ്രമിച്ച ശേഷം ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. ക്ലാസ്സിലെത്തിയപ്പോൾ ചങ്ങാതിമാർ ചുറ്റും കൂടി ഓരോന്ന് ചോദിച്ചു. രമയാണ് എല്ലാവരോടും ഉത്തരം പറഞ്ഞത്. ബെല്ലടിച്ചു. ആദ്യ പീരീഡ് ഇംഗ്ലീഷ് ആയിരുന്നു. ശില്പ ടീച്ചറാണ് ക്ലാസ് എടുത്തത്. ടീച്ചർ എത്ര ഭംഗിയായാണ് ക്ലാസ് എടുക്കുന്നതെന്നോ. ഞാൻ എൻ്റെ കാൽമുട്ടിലെ മുറിവും വേദനയും മറന്നു. അപ്പോൾ 6ാം ക്ലാസ്സുകാരിയായ മിയയുടെ ഡയറിക്കുറിപ്പിൽ എന്തൊക്കെയാ പറയുന്നത്? ഒരു ദിവസം രാവിലെ തന്നെ അവളെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ടല്ലേ. ആരൊക്കെയാണ് അവളെ സഹായിച്ചത്? അവളുടെ അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, പിന്നെ പത്രം വായിക്കാൻ വേണ്ടി അവൾ ആരെടുക്കെ പോയിരുന്നു? അച്ഛനടുക്കെ പോയിരുന്നു. പിന്നീട് എന്താണ്, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 കൂട്ടുകാർ വരുന്നുണ്ട്. അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവൾ ഒരു ദിവസം അവസാനിക്കുമ്പോൾ എത്ര പേരുമായിട്ടാണ് അവൾ കൂട്ടുകൂടുന്നത് അല്ലെങ്കിൽ ഇടപഴകുന്നത്? അതുപോലെ നമ്മളും ഒരു ദിവസം എത്ര പേരോട് ഇടപഴകാറുണ്ട്? അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, പിന്നെ ആരൊക്കെയാണ്? അധ്യാപകര്, അങ്ങനെ പോകുമല്ലേ. ഓക്കെ, അമ്മയും അച്ഛനും സഹോദരങ്ങളും അയൽക്കാരും അധ്യാപകരും കൂട്ടുകാരും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ടവരാണ്. അങ്ങനെ എത്രയോ പേർ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ശരിയല്ലേ? ഇവിടെ നോക്കിക്കേ, കൂട്ടായ്മയുടെ തണൽ. ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഈ ചിത്രജാലികളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? നോക്കിക്കേ, ഈ കുട്ടിക്ക് കൂട്ടുകാരുണ്ട്, അയൽവക്കക്കാരുമായിട്ട് അവള് കൂട്ടുകൂടുന്നുണ്ട്. പിന്നെന്താണ്? കടയിൽ പോകുന്നുണ്ട്, ഡോക്ടറുമായിട്ട് ബന്ധമുണ്ട്, ടീച്ചറുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ടീച്ചറിന് മാതാപിതാക്കളോട് ബന്ധമുണ്ട്, കുട്ടികളോട് ബന്ധമുണ്ട്, ഡോക്ടറോട് ബന്ധമുണ്ട്, കടക്കാരോട് ബന്ധമുണ്ട്, അതുപോലെ തന്നെ അയൽവക്കക്കാരോടും ബന്ധമുണ്ട്. അങ്ങനെയാണ് ഓരോരുത്തരും തമ്മിൽ എന്താണ്, കണക്റ്റഡ് ആണല്ലേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമുക്ക് ആ ചിത്രജാലിക നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ ഉടലെടുത്തതായിട്ട് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ആ സന്ദർഭങ്ങൾ നമുക്കൊന്ന് നോക്കാം. കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നുണ്ട്, അധ്യാപകര് കുട്ടികളെ എന്തോ ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. കടയിൽ നിന്ന് എല്ലാവരും എന്ത് ചെയ്യും? സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പേരൻസും, പിന്നെന്താണ്, ടീച്ചറും കുട്ടികളും കടക്കാരനും ഒക്കെ ആരെ ആശ്രയിക്കുന്നുണ്ട്? ഡോക്ടറെ ആശ്രയിക്കുന്നുണ്ട്. രോഗം വരുമ്പോൾ ഡോക്ടറിൽ നിന്ന് ചികിത്സ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അയൽവക്കക്കാരുമായിട്ട് കണക്റ്റഡ് ആണല്ലേ. ഏതൊരു സഹായത്തിലും നമുക്ക് അവരെ കാണും. ഇനി നോക്കിക്കേ, ഒരു വ്യക്തിയുടെ ജനനം മുതൽ മറ്റുള്ളവരോടുള്ള ആശ്രയത്വം ആരംഭിക്കുന്നു. ശരിയല്ലേ? കുടുംബവും അയൽക്കാരും സുഹൃത്തുക്കളും അധ്യാപകരും നമ്മുടെ വളർച്ചയിൽ പങ്കുവഹിക്കുന്നു. ഭാഷയും വേഷവും സംസ്കാരവും പെരുമാറ്റ രീതികളും സമൂഹത്തിൽ നിന്നാണ് നാം സ്വായത്തമാക്കുന്നത്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വ്യക്തി പലരോടും ബന്ധപ്പെടുന്നു. ഈ ബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘമാണ് സമൂഹം. സമൂഹമാണ് വ്യക്തിയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനം.
വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം. ആരാ പറഞ്ഞത്? ഗ്രീൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭാഷ, വേഷം, സംസ്കാരം, പെരുമാറ്റ രീതി എല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് സമൂഹത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നു. നമ്മുടെ കുടുംബമാണ് നമ്മുടെ ആദ്യത്തെ ഒരു സമൂഹം. അതിനുശേഷമാണ് നമുക്ക് ആരൊക്കെയാകുന്നത്? അയൽക്കാരും സുഹൃത്തുക്കളും അധ്യാപകരും ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണേ. ഒറ്റപ്പെട്ടു പോയാൽ മനുഷ്യരോടൊപ്പമല്ലാതെ ഒരു കുട്ടി ജീവിക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അങ്ങനെ സംഭവിച്ചാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? വിക്ടറിന്റെ കഥ വായിക്കൂ. നോക്കിക്കേ, ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഫ്രാൻസിലെ എവ്രോൺ ഗ്രാമത്തോട് ചേർന്ന കാട്ടിൽ വേട്ടയാടാൻ പോയ ചിലർ ചെന്നായ്ക്കളോടൊപ്പം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയെ കണ്ടു. അവർക്ക് കൗതുകവും ആകാംക്ഷയും ഉണ്ടായി. അവർ ചെന്നായ്ക്കളെ വെടിവെച്ച് പായിച്ചു. കൂട്ടം തെറ്റിപ്പോയ ആ ജീവിയെ പിന്തുടർന്ന് കീഴടക്കി. മനുഷ്യരൂപമായിരുന്നു ആ ജീവിക്ക്. എന്നാൽ കൈകളും കാലുകളും ഉപയോഗിച്ച് ആ ജീവി അതിവേഗത്തിൽ ഓടുകയായിരുന്നു. മുരളുകയും മാന്താൻ ശ്രമിക്കുകയും കടിച്ചു കീറാൻ വരികയും ചെയ്തിരുന്ന ആ ജീവിയെ അവർ വളരെ പണിപ്പെട്ട് നാട്ടിലെത്തിച്ചു. അതൊരു മനുഷ്യക്കുഞ്ഞായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാനോ വേഷമണിയാനോ ഭക്ഷണം കൈകൊണ്ട് കഴിക്കുവാനോ അറിയുമായിരുന്നില്ല. മനുഷ്യരുടെ ഒരു സ്വഭാവവിശേഷവും അവനുണ്ടായിരുന്നില്ല. കൂടുതൽ പഠനത്തിനായി കുട്ടിയെ പാരീസിലേക്ക് കൊണ്ടുപോയി. ആ പട്ടണത്തിലെ ഡോക്ടറായ ജീൻ മാർക്ക് ഇൻഡാഡ് കുട്ടിയെ ഏറ്റെടുത്തു. ഡോക്ടറും സഹായിയായ നഴ്സും കൂടി കുട്ടിക്ക് വിക്ടർ എന്ന് പേരിട്ടു. അവന് 12 വയസ്സ് കഴിഞ്ഞിരുന്നു. അവർ വിക്ടറിനെ സാധാരണ കുട്ടികളെ പോലെ വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും സംസാരിക്കുവാനും പരിശീലിപ്പിച്ചു. വിക്ടറിന് ഒന്നും എളുപ്പമായി സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ല. പാത്രത്തിലെ ഭക്ഷണം തട്ടിത്തെറിപ്പിച്ച് നായ്ക്കളെ പോലെ നക്കി തിന്നാനാണ് അവൻ ശ്രമിച്ചത്. കിടക്കയും പുതപ്പും വിട്ട് മുറിയിൽ ഒരു മൂലയിൽ ചുരുണ്ട് കിടക്കാനായിരുന്നു അവനിഷ്ടം. എത്രയോ ദിവസങ്ങൾ കൊണ്ടാണ് ചില വാക്കുകൾ ഉച്ചരിക്കാൻ വിക്ടർ പഠിച്ചത്. മനുഷ്യ സമൂഹത്തിലെ പെരുമാറ്റ രീതികളോ ആചാരങ്ങളോ വിക്ടറിന് അറിയാമായിരുന്നില്ല. ഒരു വ്യക്തി സമൂഹത്തിൽ നിന്നും പഠിക്കുന്ന ഒന്നും വിക്ടറിന് സ്വാംശീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ദുഃഖകരമായ സത്യം വിക്ടറിന് മറ്റ് മനുഷ്യർക്കൊപ്പം സഹവസിക്കുവാൻ സാധിച്ചില്ല എന്നതാണ്. 1920 ബംഗാളിലെ മിഡ്നാപൂർ ഗ്രാമത്തിൽ നിന്ന് മൃഗങ്ങൾക്കൊപ്പം കണ്ടെത്തിയ 2 പെൺകുട്ടികൾ. ആരൊക്കെയാണ്? കമല, അമല. അവരുടെ ജീവിതവും വിക്ടറിൻ്റെതുപോലെയായിരുന്നു. അമേരിക്കയിൽ ഒരിടത്ത് ഒരു വീടിന്റെ തട്ടിൻപുറത്തുള്ള ഇരുണ്ട മുറിയിൽ അടച്ചിട്ട അന്നയുടെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. 6-ാം വയസ്സിൽ ഏകാന്ത തടവിൽ നിന്നും മോചിപ്പിച്ചപ്പോൾ അന്നയ്ക്ക് സംസാരിക്കാനോ നടക്കാനോ സാധിച്ചിരുന്നില്ല. സാമാന്യ ബുദ്ധിയുടെ യാതൊരു ലക്ഷണവും ഈ കുട്ടികളിൽ ഒരാൾ പോലും പ്രകടിപ്പിച്ചിരുന്നില്ല. നമുക്കപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സമൂഹത്തിൽ വളരാത്ത ഒരു മനുഷ്യന് സാമൂഹ്യ ജീവിയായി മാറാൻ സാധിക്കത്തില്ലെന്നും അതുപോലെ തന്നെ സാമൂഹികമായ പെരുമാറ്റങ്ങളോ ഭാഷയോ ഒന്നും എളുപ്പം പഠിക്കാനോ പരിശീലിക്കാനോ സാധ്യമല്ലെന്ന് മനസ്സിലാവും. ഓക്കെ, സമൂഹമില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വളർച്ചയിൽ എന്തൊക്കെ ബാധിക്കും? അവൻ്റെ ശാരീരിക വളർച്ച ശരിയായിരിക്കത്തില്ല, അതുപോലെ തന്നെ ബുദ്ധിവികാസം ഉണ്ടാവില്ല, പെരുമാറ്റ രീതിയും വ്യത്യാസമായിരിക്കും. നമ്മൾ ഈ കഥകളിൽ നിന്നൊക്കെ നമുക്കതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യ സമൂഹത്തോടൊപ്പം ജീവിക്കാത്ത ഒരു വ്യക്തിക്ക് മനുഷ്യൻ്റെതായ ശാരീരിക സവിശേഷതകൾ രൂപപ്പെടില്ല. മനുഷ്യന്റെ ബുദ്ധി വികസിക്കുന്നതിന് സമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണ്. ഒരു മനുഷ്യൻ തന്റെ പെരുമാറ്റ രീതികൾ പാലിക്കുന്നത് സമൂഹത്തിൽ നിന്നാണ്. ഓക്കെ, സമുദായവും സമാജവും. സമൂഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യർ വിവിധ സാമൂഹ്യ സംഘങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. പലവിധ സാമൂഹ്യ സംഘങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സമൂഹം. സമുദായം, സമാജം തുടങ്ങിയവ സമൂഹത്തിന്റെ ഭാഗങ്ങളാണ്. നമുക്ക് സമുദായത്തെ കുറിച്ച് നോക്കാം. സമുദായം, കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘമാണ് സമുദായം. നിശ്ചിതമായ പ്രദേശത്തെ താമസവും കൂട്ടായ പ്രവർത്തനങ്ങളും സുദൃഢമായ ബന്ധങ്ങളും സമാനമായ സാംസ്കാരിക മൂല്യങ്ങളും സമുദായത്തിന്റെ പ്രത്യേകതകളാണ്. സമൂഹവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമുദായം ചെറുതാണ്, എന്നാൽ
സമൂഹത്തിലുള്ളതിനേക്കാൾ ആത്മബന്ധം സമുദായത്തിൽ നിലനിൽക്കുന്നു. ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിൽ സമുദായം വലിയ പങ്ക് വഹിക്കുന്നു. നോക്കിക്കേ, സമാജം, അസോസിയേഷൻ. നമുക്കറിയാം, സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ക്ലബ്ബുകളുണ്ട് അല്ലേ? നമുക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ വിദ്യാരംഗം പോലുള്ള ക്ലബ്ബുകളുണ്ട്, പിന്നെ സ്പോർട്സ് ഉണ്ട്, കലോത്സവമൊക്കെ വരാറുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? വ്യത്യസ്ത തരത്തിൽ കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ? വിദ്യാരംഗമാണെങ്കിൽ കലാസാഹിത്യം എന്നിവ പോലെയുള്ളതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ കുട്ടികളെ സ്പോർട്സിൽ മികച്ചവരാക്കി മാറ്റാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലബും വ്യത്യസ്ത ലക്ഷ്യങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടമാണ് സമാജം. പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടമാണ് സമാജം. വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം പൊതു നന്മയ്ക്ക് വേണ്ടി കൂടിയാണ് സമാജങ്ങൾ രൂപം കൊള്ളുന്നത്. റെസിഡൻസ് അസോസിയേഷനുകൾ, തൊഴിലാളി സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിയവ സമാജങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരു വ്യക്തിയെ സമൂഹത്തിലെ കഴിവുറ്റ അംഗമാക്കി മാറ്റുന്നതിൽ സമുദായങ്ങൾക്കും സമാജങ്ങൾക്കും പങ്കുണ്ട്. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം. ആര് പറഞ്ഞതാണ്? ബൊഗാർഡസ് പറഞ്ഞ കാര്യമാണ്. ബൊഗാർഡസ്. ഓക്കെ. നമുക്കും വെളിച്ചമേകാം. വ്യക്തികളുടെ കൂട്ടായ്മയിൽ നിന്നാണ് സമൂഹം ഉണ്ടാകുന്നത്. നല്ല വ്യക്തികൾ സമൂഹത്തിന്റെ വളർച്ചയിലും മാറ്റത്തിലും മുഖ്യ പങ്ക് വഹിക്കുന്നു. സമൂഹത്തെ സ്വാധീനിച്ച വ്യക്തികളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആരൊക്കെയാണ്? രാജാറാം മോഹൻ റോയ് ഉണ്ട്, ഗാന്ധിജിയുണ്ട്, ശ്രീനാരായണ ഗുരു ഉണ്ട് അല്ലേ? അപ്പോൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഇവരെന്തൊക്കെയാ ചെയ്തേക്കുന്നത്? എന്തൊക്കെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്? നമുക്ക് നോക്കാം. ഗാന്ധിജി അഹിംസ, ലളിത ജീവിതം, സത്യാഗ്രഹം. രാജാറാം മോഹൻ റോയ് ഏതൊക്കെയാണ്? സതി സമ്പ്രദായത്തിനെതിരെ പോരാടി, ശൈശവ വിവാഹത്തെ എതിർത്തു, വിധവ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. ശ്രീനാരായണ ഗുരു എന്താണ്? അയിത്തോച്ചാടനം, അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയെ എതിർത്തു. അധസ്ഥിത വർഗത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു, അനാചാരങ്ങൾക്കെതിരെ പോരാടി. സമൂഹത്തിന്റെ വളർച്ചയിലും നിലനിൽപ്പിലും പല വിധത്തിൽ വ്യക്തികൾ പങ്കാളികളായി തീരുന്നു. കുടുംബം, അയൽപ്പക്കം, വിദ്യാലയം, സമാജങ്ങൾ തുടങ്ങിയവയിലെല്ലാം വ്യക്തികളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ മാറ്റത്തിന് കാരണമായി തീരാറുണ്ട്. സമൂഹമില്ലെങ്കിൽ വ്യക്തിയില്ല എന്ന പോലെ വ്യക്തിയില്ലെങ്കിൽ എന്തോ ഇല്ല? സമൂഹവും ഇല്ല. വ്യക്തി സമൂഹവും പരസ്പര പൂരകങ്ങളാണ്. അടുത്ത നോക്കിക്കേ, സാമൂഹീകരണം, സോഷ്യലൈസേഷൻ. എങ്ങനെയാണ് വ്യക്തി സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നത്? നിങ്ങൾ ശിശുക്കളെ ശ്രദ്ധിച്ചിട്ടില്ലേ? പരസ്പര സഹായമില്ലാതെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അവർക്ക് കഴിയുമോ? കുടുംബാംഗങ്ങളെ പോലും തിരിച്ചറിയാൻ എത്ര മാസങ്ങൾ എടുക്കുന്നു? സംസാരിക്കാനും നടക്കാനും കുട്ടി ക്രമേണ ശീലിക്കുന്നു. വളരും തോറും സംസ്കാരവും പെരുമാറ്റ രീതികളും തിരിച്ചറിയുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ഓക്കെ. വ്യക്തികൾ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ആരാ പറഞ്ഞത്? ഓക്ബേൺ ആണ് പറഞ്ഞത്. സാമൂഹീകരണ സഹായികൾ. സാമൂഹീകരണം സാധ്യമാകാത്ത ഒരാൾ സാമൂഹ്യ ജീവിയായി മാറുന്നില്ല. സാമൂഹീകരണം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. ഇതിന് പല ഘടകങ്ങളും നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. കുടുംബം, കൂട്ടുകാർ, വിദ്യാലയം, മാധ്യമങ്ങൾ, അയൽക്കാരെല്ലാവരും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ സഹായിക്കുന്നുണ്ട്. നോക്കിക്കേ, കുടുംബത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാ ശീലങ്ങൾ ഉണ്ടാവുന്നത്? അച്ചടക്കം ഉണ്ടാവുന്നുണ്ട്, കൃത്യനിഷ്ഠ, മുതിർന്നവരോടുള്ള ബഹുമാനം അല്ലെങ്കിൽ സ്നേഹം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനൊക്കെ നമ്മൾ കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. ഓക്കെ. മാതാപിതാക്കളിൽ നിന്നാണ് നാം പെരുമാറ്റശീലങ്ങൾ പഠിക്കുന്നത്. അതിനാൽ സാമൂഹീകരണ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കുടുംബമാണ്. മാതാപിതാക്കളാണ് കുട്ടിക്ക് സാമൂഹീകരണത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകുന്നത്. നന്മയും തിന്മയും ശരിയും തെറ്റും തിരിച്ചറിയാൻ നാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാം ആദ്യമേ കിട്ടുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. കുടുംബം കഴിഞ്ഞാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? സമൂഹം ഉണ്ടാകുന്നത്. നമ്മുടെ ആദ്യത്തെ സമൂഹം എന്ന് പറയുന്നത് കുടുംബമാണ്. ഓക്കെ. സമപ്രായക്കാർ അല്ലെങ്കിൽ കൂട്ടുകാർ. കൂട്ടുകാർക്കൊപ്പം ഇടപഴകുമ്പോൾ നാം അറിയാതെ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നു.
കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ സംഘബോധം ഉണ്ടാകുന്നതിനോടൊപ്പം ജയപരാജയങ്ങൾ അംഗീകരിക്കാനും അവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മുന്നേറാനും നാം പ്രാപ്തരാകുന്നു. നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കൂട്ടുകാർ മുഖ്യ പങ്ക് വഹിക്കുന്നു. വിദ്യാലയം. വിദ്യാലയം സാമൂഹീകരണത്തിന് സഹായമാകുന്നത് എങ്ങനെയാണ്? നിയമങ്ങൾ പാലിക്കാൻ ശീലിക്കുന്നു, അറിവ് നേടുന്നു, മൂല്യങ്ങൾ സ്വായത്തമാക്കുന്നു, വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്നും വരുന്ന കുട്ടികളുമായി ഇടപഴകുന്നു, നല്ല ശീലങ്ങൾ വളർത്തുന്നു. വിദ്യാലയത്തിൽ നിന്നും ആർജിക്കുന്ന അറിവുകളും ശേഷികളും മൂല്യങ്ങളും ഉത്തരവാദിത്വബോധമുള്ള സാമൂഹ്യ ജീവിയാകാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. മാധ്യമങ്ങൾ. പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളാണ് പത്രങ്ങൾ, ആനുകാലികങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ. മാധ്യമങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിലും മനോഭാവത്തിലും ജീവിത രീതിയിലും സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും ഒറ്റ സമൂഹമാക്കുന്നതിനും മാധ്യമങ്ങൾ സഹായിക്കുന്നു. നമ്മൾ ഇത്രയും നേരവും സാമൂഹീകരണത്തെ കുറിച്ച് പറയുകയായിരുന്നു അല്ലേ? എന്നാൽ സാമൂഹീകരണം നിർവഹിക്കുന്ന ഘടകങ്ങളിൽ ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിക്കേ. കൂട്ടുകാർ ചേർന്ന് പൊതുമുതലുകൾ നശിപ്പിക്കുന്നു. മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ ദുശ്ശീലങ്ങൾക്ക് കൂട്ടുകാർ പ്രേരിപ്പിക്കുന്നു. ഇന്റർനെറ്റിന്റെ ദുരുപയോഗം തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു. ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ അമിതമായ സമയം ചെലവഴിക്കുന്നത് സാമൂഹ്യ ബന്ധങ്ങളെ പരിമിതപ്പെടുത്തുന്നു. അപ്പോൾ അതിന് ദൂഷ്യവശങ്ങളും ഉണ്ട്. സമ്മറിയാണേ, നോക്കിക്കേ. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വ്യക്തി സമൂഹത്തിലെ പല സംഘങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു. സമൂഹമാണ് ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനം. സാമൂഹ്യ ബന്ധങ്ങളുടെ ജാലികയാണ് സമൂഹം. വ്യക്തിയും സമൂഹവും പരസ്പര പൂരകങ്ങളാണ്. വ്യക്തികൾ സമൂഹത്തിന്റെ മാറ്റത്തിലും വളർച്ചയിലും സ്വാധീനം ചെലുത്തുന്നു. സമൂഹത്തിൽ വളരാത്ത ഒരു മനുഷ്യന് സാമൂഹ്യ ജീവിയാകാൻ സാധ്യമല്ല. സമുദായം, സമാജം തുടങ്ങിയ സാമൂഹിക സംഘങ്ങൾ വ്യക്തിയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. വ്യക്തികൾ സംഘത്തിന്റെ സമ്പ്രദായ ക്രമങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. കുടുംബം, കൂട്ടുകാർ, വിദ്യാലയം, മാധ്യമങ്ങൾ എന്നിവയാണ് സാമൂഹീകരണത്തെ പ്രധാനമായും സഹായിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.